ഏറെ സ്നേഹ ആദരവുകൾ നിറഞ്ഞ എൻ്റെ സഹോദര സഹോദരന്മാരെ, ഇന്ന് ഈ മാസത്തിലെ വളരെ ഒരു ചെറിയ 2-3 ചരിത്രം വളരെ ചെറുതാക്കി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആമുഖം നീട്ടുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പങ്കെടുത്ത അവസാനത്തെ യുദ്ധമാണ് തബൂക്ക്. റജബ് മാസത്തിലാണ്, ക്രിസ്താബ്ദം 630. ഈ യുദ്ധത്തിൽ വിശ്വാസികൾക്കായിരുന്നു വലിയ വിജയം ഉണ്ടായത്. 6 മാസത്തെ ത്വായിഫ് ഉപരോധത്തിന് ശേഷമാണ് അള്ളാഹിൻ്റെ റസൂൽ തബൂക്ക് യുദ്ധത്തിന് പുറപ്പെട്ടത്. തങ്ങളുടെ മേഖലകൾക്ക് മുസ്ലിങ്ങൾ ഭീഷണിയാണെന്ന് കണ്ട റോമക്കാർ ഇസ്ലാമിനെ ശക്തമായി ഇല്ലാതാക്കണമെന്ന ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അവർ പുറപ്പെട്ടു. 40,000-ഓളം വരുന്ന അറബ് റോമക്കാരായ റോമൻ സൈന്യം 30,000-ഓളം വരുന്ന മുസ്ലിം സൈന്യം തമ്മിലുണ്ടായ ഒരു യുദ്ധം. എന്നാൽ ഈ വലിയൊരു ഏറ്റുമുട്ടൽ കൂടാതെയാണ് ഈ യുദ്ധം അവസാനിച്ചത്. കാരണം റോമക്കാർ ഏറ്റുമുട്ടാൻ ഭയന്ന് പിന്മാറുകയായിരുന്നു. രണ്ടാമത്തെ ഒരു സംഭവം, ഹിജ്റ 9-ാം വർഷം എത്യോപ്യൻ രാജാവ് നജ്ജാശി, എല്ലാവർക്കും നല്ലോണം കേട്ടുപരിചയമുള്ളതാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായും അതും ഈ മാസത്തിലാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം വിശ്വാസികൾ മുഅ്മിനീങ്ങൾ അഭയം തേടിയത് നല്ല സ്വഭാവത്തിനുടമയായിരുന്ന നജ്ജാശി രാജാവിൻ്റെ അടുത്തേക്കായിരുന്നു. അവർ അദ്ദേഹത്തിന് ഇസ്ലാമികനെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും അങ്ങനെ നജ്ജാശി രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. നജ്ജാശി മരിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മറഞ്ഞ ജനാസ നമസ്കാരം നമസ്കരിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ മരണമാണ്. ഹിജ്റ വർഷം 101 റജബ് കഴിയാൻ 5 ദിവസം ബാക്കി നിൽക്കെ 38-ാമത്തെ വയസ്സിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. പണ്ഡിതനും ഭൗതികാസക്തികൾ വെടിഞ്ഞ ഒരു സാഹിദുമായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. മിമ്പറുകളിൽ അലി റളിയല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നതിനെതിരെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു രംഗത്ത് വന്നു. ഹസൻ ബിൻ അലി റളിയല്ലാഹുവിന് ശേഷമുള്ള 6-ാമത്തെ സച്ചരിതനായ ഖലീഫയാണ് ഖലീഫത്തുർ റാഷിദ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു. മറ്റൊന്ന്, ഹിജ്റ 204 റജബ് മാസത്തിൽ 54-ാമത്തെ വയസ്സിൽ നമ്മുടെയൊക്കെ ഇമാമായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. ഈജിപ്തിലായിരുന്നു കബറടക്കം. പ്രശസ്തമായ 4 മദ്ഹബുകളിൽ ഒന്നിൻ്റെ ഇമാമാണ്. പലസ്തീനിൽ ജനിച്ച ഇമാം ഇറാഖിലും ഈജിപ്തിലുമായി ജീവിച്ചു. ഈജിപ്തിൽ വെച്ച് മരണമടഞ്ഞ ഇമാമിനെ അവിടെ തന്നെ കബറടക്കം ചെയ്യുകയും ചെയ്തു. മറ്റൊരു സംഭവമാണ് റജബ് 17 മക്കയിലെ ഉമ്മ ആനിയുടെ വീട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ അക്സയിലേക്ക് നിശായാത്ര നടത്തി. മിഅ്റാജിൽ മുഴുവൻ പ്രവാചകന്മാർ ഒരുമിച്ച് കൂടിയും അവർക്ക് ഇമാമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും ചെയ്തു. സമയദൈർഘ്യം ഭയന്നുകൊണ്ടാണ് കൂടുതൽ പറയാത്തത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം. കാരണം ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു അറിവ് എത്താൻ കാരണമാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ.